guys, welcome to my channel Mansa Vlog. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് കോട്ടയം ലുലു മാളിലാട്ടോ. അപ്പം ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് പോകണമെന്ന്, പക്ഷെ സമയം ഉണ്ടായിരുന്നില്ല പോകാൻ വേണ്ടിയിട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ കുറേ വണ്ടികൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പാർക്കിങ് പോലും നേരെ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് ടൈം എടുത്തു. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര തിരക്കുണ്ടെന്നുള്ള കാര്യം. അപ്പം ഞാൻ ഇവിടെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ എന്നെ അച്ഛൻ വഴക്കുറേ നിർത്തി, ഞാൻ വേഗം നിർത്തി കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ ലിഫ്റ്റിൽ കയറിയപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. എനിക്ക് പേടിയായിരുന്നു എല്ലാവരും പറയുമെന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ എടുക്കാറൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം വേറെ സന്തോഷം എന്ന് കഴിഞ്ഞാൽ അവിടെ പോകുന്നതിനൊരു സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒന്നുകൂടെ വരണമെന്ന് തോന്നി. പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലാണ്, നിങ്ങൾക്കറിയാമല്ലോ ലുലു ആയിക്കഴിഞ്ഞാൽ പ്രൈസ് കൂടിയേ ഇരിക്കുള്ളൂല്ലോ. ഭയങ്കര തിരക്കാണ് ഇവിടെ, നല്ല വെയിലുണ്ട്. ഇതെല്ലാവരും എൻ്റെ ഇവിടെ ഉണ്ട്. വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലുലു മാളിൻ്റെ അകത്തെ പോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും വന്നില്ല എന്നല്ലേ ഉറപ്പായിട്ടും വരണം. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അപ്പം നമ്മുടെ എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരം ആ ഒരു റേഞ്ചിലുള്ള ടൈപ്പ് ലുലു മാളല്ല, കുറച്ച് ഇതാണ്, എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ഒരു ഇതെന്ന് പറയുമ്പം എനിക്ക് വന്നപ്പോൾ നല്ല സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലാട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്ന സ്ഥലം ഇവിടെയായിരുന്നു കേട്ടോ. ഇവിടെ ഞാനാണെങ്കിൽ ചുമ്മാതെ ഇങ്ങനെ കാർട്ടൊക്കെ ഇട്ടിട്ട് പോവുക കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ വാങ്ങിക്കാനൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫേവറേറ്റ് സ്ഥലത്തെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്ഥലം കേട്ടോ. കളറൊക്കെ ഇരിക്കണുണ്ടോ, എന്തോരം ഇരിക്കണേ. എൻ്റെ കണ്ണ് തള്ളി പോയിട്ട് കുറേ പാർട്ടൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. നല്ല ക്രയോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമില്ല കാണാൻ വേണ്ടി. ഇവിടെ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്, യൂണിക്കോൺ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. പിന്നെ പൗച്ച് ബോക്സ് അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ പോയി നോക്കുകയാണ് എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ ഞാനൊരു പെൻസിലും വെറൈസറും എടുത്തു കേട്ടോ. ഇതിങ്ങനെ ബർത്ത്ഡേ സെക്ഷൻ, ബുക്ക് സെക്ഷൻ, അതുപോലെ സ്റ്റാപ്ലർ, അങ്ങനത്തെ സംഭവങ്ങൾ. ഇത് കുറേ ടിന്നും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇരിക്കുന്ന, ബോട്ടിൽസൊക്കെ ഇരിക്കുന്ന സംഭവം. ഇവിടെ ഗ്ലാസും കിച്ചണിൻ്റെ ഐറ്റംസൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ കപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ, ബർത്ത്ഡേക്കൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ചില്ല് ഗ്ലാസ് പോലത്തെ കപ്പുകളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. വൈനൊക്കെ കുടിക്കണതും ചായ കുടിക്കണമൊക്കെ അങ്ങനത്തെ കപ്പുകളുണ്ട് കേട്ടോ. ഞാൻ എടുത്തു, എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി ഇങ്ങനെ പണി കിട്ടും, അതുകൊണ്ട് എടുത്ത് വെച്ചു. ഈ സാധനത്തിനൊക്കെ 700 ആ റേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ മീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കില്ല, അങ്ങോട്ട് പോയിട്ടോ, ചിക്കന് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വാങ്ങിക്കും. പക്ഷെ അവിടെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ, കാരണം ഇവിടുത്തെയൊക്കെ നല്ലതാണോ എന്ന് നമുക്കറിയില്ല. ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ല സന്തോഷം ഉണ്ടായിരുന്നു പോയതിൽ കേട്ടോ. പിന്നെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫൈറ്റർ നല്ല അടിപൊളിയാണ്, ഞങ്ങൾ വാങ്ങിച്ചൊന്നുമില്ല, കാരണം നല്ല വിലയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ഇട്ട് ഇങ്ങനെ പെട്ടെന്ന് ചത്തു പോകുമായിരിക്കും, കാരണം ഇങ്ങനെയൊന്നും നമ്മൾ ഇടാൻ പാടില്ല, നമ്മൾ വലിയ ഇതിനകത്തൊക്കെയാണ് ഇടേണ്ടത്. പിന്നെ അച്ചാറിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അച്ചാർ ഞാൻ ഇങ്ങനത്തെ വാങ്ങിച്ചില്ല, മറ്റേ ഉപ്പുമുളക് കൂട്ടത് വാങ്ങിച്ച്, അത് കൊള്ളൂലായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഫെറാറോഷിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിശന്നപ്പം കഴിക്കാൻ വേണ്ടി പോയിട്ട് കേട്ടോ. കഴിക്കാൻ പോയ സ്ഥലത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലാണ്ട് എങ്ങനെയൊക്കെയോ കിട്ടി കേട്ടോ. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ചേട്ടൻ്റെ അവിടെ എന്തൊക്കെ കുടിക്കുകയാണ്. അപ്പം എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ചിക്കൻ എനിക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. നമ്മുടെ അവിടെയൊക്കെ 40, 50, ഒരു 50ൻ്റെ മേളിൽ അല്ലെ കുറച്ച് താഴേക്ക് കാണുള്ളൂ. പക്ഷേ ഇവിടെ ഒരു 170 ആ റേഞ്ച്, 140 ആ റേഞ്ചിലൊക്കെ ആട്ടോ ഒരു ഐസ്ക്രീമിന്. ഞാൻ ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അമൂലിൻ്റെ ഓറിയോ ഫ്ലേവർ കേട്ടോ. ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞത്, എന്ത് തിരക്കാണുള്ളത്. വണ്ടി പോകും പിന്നെയും വരുന്നു കേട്ടോ. അതാണ് ഇവിടുത്തെ തിരക്ക് കേട്ടോ. ഒരാൾ പോയെന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെയല്ല, നന്നായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ബസ്സിനാണേലും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ താഴേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ ലുലു മാൾ എന്ന് പറയുമ്പം. സൺഡേ ആയതുകൊണ്ട് ഞാൻ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യാസമില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ചേട്ടനോട് നോക്കാൻ പറഞ്ഞല്ലോ, ഒരു ഈസ്തറ്റിക് ലുക്കിൽ അങ്ങോട്ട് നോക്കി നിൽക്കുക കേട്ടോ. എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങണം. ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഷോപ്പിങ്ങിന് പറയാനായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഡ്രസ്സിനൊക്കെ ഏകദേശം 3000 ആ റേഞ്ചൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ അവിടുന്ന് പോവാണ്. എന്തായാലും എനിക്ക് നല്ല സങ്കടമായിട്ട്, ഒരു 2000 രൂപയൊക്കെ ആയിട്ട് വന്നാലാണ് മുതലുള്ളൂ. ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പം എനിക്ക് എന്തായാലും വളരെ സന്തോഷമായി. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ വഴിക്ക് ഇവിടെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ അങ്ങോട്ടൊന്ന് ഓഫായി പോയിട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ.